ഹരിശ്രീ എന്നെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പടിയിൽ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം എന്നെ എഴുതിക്കുന്നത് വയലാർ രാമവർമ്മയാണെന്ന് 2.5 വയസ്സിൽ. അപ്പം ഞാനിങ്ങനെ എനിക്ക് അച്ഛനെനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും. അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിൽ അടുത്ത് ചെല്ലില്ല. അപ്പം അവിടെ പാടുമ്പോൾ അവർ പ്രത്യേകം പറയും ഒരു ദിവസം വയലാർ നൈറ്റാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. അന്ന് അവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ഇമോഷണൽ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ കാരണമായി ഈ പാട്ട്. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. അഗ്നിപർവ്വതം പൂഞ്ഞു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അഗ്നിപർവ്വതം പൂഞ്ഞു വയലാർ സാർ എഴുതിയ പാട്ട്. അതെ. അപ്പൊ അതിനെക്കുറിച്ച് തകഴി സാറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ആ ഒരൊറ്റ പാട്ടുകൊണ്ട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അത്രയും പരിപൂർണനാക്കി എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞു നമ്മൾ അതിന് വരികൾ അങ്ങനെയല്ലോ. ഓർമ്മയിലെന്നും വേനൽ തീയിൽ അകം തിളച്ച് മരവും കാടും മരിക്കുമ്പോഴും ദീനപ്പായിൽ ഉരുണ്ടുകൊണ്ട് മനുജൻ കണ്ണീരുതിർക്കുമ്പോഴും ചീനച്ചട്ടിയിലിട്ട് ചുട്ട ഹൃദയം കാവ്യം മറക്കുമ്പോഴും താനെ മണ്ണിലുയർത്തിയിടുന്നു വയലാർ എന്ന 3 അക്ഷരം. മലയാളത്തിന്റെ അനുഗ്രഹീതനായ പാട്ടെഴുത്തുകാരൻ ശ്രീ BK ഹരിനാരായണൻ ഞങ്ങളുടെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ നൂറ്റടപ്പൻ എന്ന തന്റെ കവിതാ സമാഹാരത്തിൽ അനശ്വര കവിയായ വയലാർ രാമവർമ്മയെക്കുറിച്ച് എഴുതിയ വരികളാണിത്. മലയാള സാഹിത്യ നഭസിലെ വര സൂര്യ തേജസ്സാണ് വയലാർ രാമവർമ്മ. 1956 തുടങ്ങി 70കളുടെ പകുതി വരെ മലയാള ചലച്ചിത്ര ഗാനശാഖയിലാകെ ഭാവചാരുതയുടെ ചന്ദ്രകളഭം ചാർത്തി വയലാർ എന്ന പ്രവാചക കവി. കവിതയുടെ, നാടകങ്ങളുടെ, വിപ്ലവ ഗീതങ്ങളുടെ, ഭക്തിഗാനങ്ങളുടെ, സിനിമാ പാട്ടുകളുടെ സ്വർണ്ണ ചാമരങ്ങൾ വീശിയ എത്രയോ വരികളുടെ വിസ്മയം ആ തൂലികത്തുമ്പിൽ നിന്നും പദ പാരിജാതങ്ങളായി മിഴി തുറന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് ഉദ്ഘോഷിച്ച ദാർശനികതയ്ക്ക് മുന്നിൽ കാലം കൈവണങ്ങി. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണും മനസ്സും പങ്കുവച്ചു എന്ന കവിഭാവന ദേശീയ പുരസ്കാരത്തിന് അർഹമായി. പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്ന പ്രഭാമയൂകം പോലെ ഗാനരചനയുടെ വസന്തകാലം മലയാളത്തിന് സമ്മാനിച്ച അനശ്വര കവിക്ക് മുന്നിൽ പ്രണാമം. ഓർമ്മയിലെന്നും വയലാർ രാമവർമ്മ. സമര പോരാട്ടങ്ങളുടെ പേരിലാണ് വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികൾ അറിയുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു തരത്തിലും വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് ആയിരക്കണക്കിനായ പാട്ടുകളുടെ വരികളിലൂടെയാണ്. ഇന്നും ആ പേര് തന്റെ പേരിനോടൊപ്പം അഭിമാനമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാൾ വയലാർ തളിരണിയിച്ച പാട്ടെഴുത്തിന്റെ വഴികളിലൂടെ തന്നെ സിനിമയിലേക്ക് നടന്നെടുത്ത ഒരാൾ, ഗാനരചയിതാവ്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ മകൻ. സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വയലാർ ശരത്ചന്ദ്രവർമ്മ. ഓർമ്മയിലെന്നും എന്നിങ്ങനെ ഒരു പരിപാടി ഒരുപാട് പ്രതിഭകളുടെ ജീവിതങ്ങളുടെ ഓർമ്മകളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഇന്നത്തെ എപ്പിസോഡിനുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം മറ്റ് പല എപ്പിസോഡുകളും ഇവിടെ നടക്കുമ്പോൾ അവരോടൊപ്പം ജോലി ചെയ്ത, അവരെ അടുത്തറിയാവുന്ന സൗഹൃദങ്ങളുള്ള നിരവധി സൃഷ്ടികൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് ആ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് എങ്ങനെ തുടങ്ങണം, ഏത് വഴിക്ക് യാത്ര ചെയ്യണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെ കുറിച്ച് ചെറിയൊരു മുൻധാരണയോടുകൂടി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇന്ന് വയലാറിന്റെ പാട്ടിലുള്ള ഒരു വരി പോലെ
വഴിയറിയാതെ മുടങ്ങി നടക്കും വിധിയുടെ ബലിമൃഗമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. കടല് പോലെ കിടക്കുകയാണ് ഈ ഗാനരചയിതാവ്, കവി. ഏത് വഴി തുടങ്ങണം, എന്തിനെ പറ്റി പറയണം ഒന്നും അറിയില്ല. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ആരും തന്നെ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വരാനില്ല അല്ലേ? ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ ശരത്തേട്ടന്റെ സാന്നിധ്യം വലുതാണ്. അല്ല, എനിക്ക് അതിനേക്കാൾ വളരെ വലിയൊരു കാര്യം വെച്ചാല് എൻ്റെ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് ഇപ്പോഴേ. അച്ഛൻ്റെ ആദ്യത്തെ പാട്ടതാണ് തുമ്പി തുമ്പി വാവ. അതിനകത്ത് കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് അത് ഞാൻ ജനിച്ചിട്ടില്ല. 56-ലാണത്, ഞാൻ 60-ലാണ് ജനിക്കുന്നത്. അപ്പം അതിനകത്തൊരു ചോദ്യമുണ്ട്. പട്ടുറുമാലും ചുറ്റി പച്ചക്കമ്പിളി കെട്ടി ഒത്തിരി നാട് ഈ തുമ്പി കണ്ടു. എന്നിട്ട് പച്ചക്കുതിരയിലേറി എൻ്റെ അച്ഛൻ ഉറങ്ങണ തൊട്ടിൽ പിന്നെ കാലിൽ തൂക്കിക്കൊണ്ടുവരാമോ തുമ്പി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പം എനിക്കത് പ്രസക്തമാകുകയാണ്. 50 കൊല്ലം കഴിഞ്ഞു മരിച്ചിട്ട്. 50 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അതും കൊച്ചിയിൽ വന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ആ അന്വേഷിച്ച ഒരു തുമ്പിയെ പറഞ്ഞു വിട്ടല്ലോ. ആ തുമ്പിയുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 50 കൊല്ലങ്ങൾക്കിപ്പുറം നമ്മൾ ഒരു എഴുത്തുകാരനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ 47-ാമത്തെ വയസ്സിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ളത്. അതിൽ വളരെ കുറച്ചു കാലമാണ് ഒരു സിനിമാ പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ ജനകീയമായിട്ട് നിന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സിന് ശേഷം 13 കൊല്ലം ശരിക്കും പറഞ്ഞാൽ 13 കൊല്ലം മാത്രമാണ് വയലാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അന്ന് പ്രഗത്ഭരായിട്ട് എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയലാർ ആ സമയത്ത് മലയാള സിനിമയുടെ ഗാനശാഖയെ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയുന്നത്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അനിയത്തി ഇന്ദുലേഖ ജനിക്കുന്നത് 62-ല്. 62 ഭാര്യ എന്നുള്ള പടം അവിടെ മുതലാണ് യാത്ര തുടങ്ങി. 75-ൽ അത് തീർന്നു. ഈ തുമ്പി അതിനു മുമ്പ് എഴുതിയ അത് 56-ലെ മറ്റും എഴുതിയെങ്കിലും ഭാര്യ എന്ന് പറയുന്ന ചിത്രത്തിലെ പെരിയാറെ എന്ന് അത് അവിടെ നിന്നാണ് ഈ പെരിയാറെ പഞ്ചാര പാലുമിട്ടായി പുഞ്ചിരി പഞ്ചാര പാലുമിട്ടായി ആർക്ക് തരും എന്ന് പറയുന്ന ഗാനം ഉൾപ്പെടെ ഭാര്യയിലെ ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം പാട്ടെഴുത്തിന്റെ ഒരു എന്താ പറയുന്നത് ഒരു നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. എന്തായാലും എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ശരത്തേട്ടനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ആരും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹം ചെയ്ത വർക്ക് കൊണ്ടാണല്ലോ ഇപ്പോഴെനിക്കിവിടെ വരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. മലയാളികളുടെ ഒരു കാലഘട്ടത്തിന്റെ, മലയാളികൾ എവിടെ ഒത്തുകൂടിയാലും ഏത് ഗാനമേളയ്ക്ക് പോയാലും ഏതെല്ലാം കല്യാണ വീടുകളിലായാലും മലയാളികൾ പാട്ടുപാടാൻ ആരംഭിക്കുന്നുണ്ടോ ആ സംഗീത സദസ്സ് അവസാനിക്കും മുമ്പ് വയലാർ എഴുതിയ ഒരു ഗാനമെങ്കിലും അതിലൂടെ കടന്നു പോകും. അത് കടന്നു പോകാതെ ഒരു സംഗീത സദസ്സും മലയാളിക്ക് ഇന്നുവരെ അവസാനിച്ചിട്ടില്ല. ഒരുപാട് പാട്ടോർമ്മകളിലൂടെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് സഞ്ചരിക്കുക. എനിക്ക് ഒരു നന്ദിയോട് പറയാനുണ്ട്. പറയൂ. അടുത്ത തലമുറയിലേക്ക് വയലാറിനെ എത്തിക്കുന്ന ഒരു എപ്പിസോഡാണ്. സാധാരണ ആൾക്കാർ ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറന്നുപോകും. അപ്പം അതുകൂടാണ്ട് പഴയ തലമുറയിലെ ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും ഉണ്ട് പലരും, അവരെ ഉൾപ്പെടുത്താണ്ട് പുതിയൊരു തലമുറയിലേക്ക് വയലാറിനെ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭത്തിന് വയലാർ ഞങ്ങളാണ് നന്ദി പറയുന്നത്. ഇരിക്കും. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. കാരണം വിഷ്വലുകളില്ല, ഇന്റർവ്യൂകൾ വളരെ കുറവാണ്. ഒപ്പമുണ്ടായിരുന്നവരുടെ എഴുത്തുകളിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാകുക. അപ്പോൾ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള വയലാർ, നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ പാട്ടുകാരൻ എന്ന ഒരു ഫ്രെയിമിനകത്ത്, എന്ന് വെച്ചാൽ ലിറിസിസ്റ്റ്, സിനിമാ പാട്ടെഴുത്തുകാരൻ എന്ന ഒരു ഫ്രെയിമിനകത്താണ് കാണുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, കവി, അദ്ദേഹത്തിലെ കവി. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാവ്യലോകം അത്ര വിശാലമായതാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, പാദമുദ്ര എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം കവിതാ സമാഹാരം ഇറക്കി. അതില് രാമവർമ്മ തിരുമുൽപ്പാടോ അങ്ങനെ എന്തോ അല്ലേ പേര്, അങ്ങനെ ആയിരുന്നില്ലേ പേര്? തുറവൂര് മാധവപ്പ അദ്ദേഹത്തിന്റെ. അതെ, അപ്പം സിംഹവിലാസം ബുക്ക് ഡിപ്പോ അത് തന്നെ. അപ്പോ അത് പ്രേക്ഷകരും കൂടെ അറിയുന്നതിന് വേണ്ടി പറയാണ്. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരം, പാദമുദ്രകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറക്കി. അന്നത്തെയൊക്കെ ചുറ്റുപാടുകൾ കൊണ്ട് അതിന്റെ കോപ്പികൾ അച്ചടിക്കുക. ഗാന്ധിജിയെ കുറിച്ചുമായിരുന്നു കേട്ടോ. ഗാന്ധിജിയെ കുറിച്ചാണ്. അതാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ഗാന്ധിയൻ ആശയങ്ങളോട്, ആദ്യത്തെ കവിതാ സമാഹാരം ഗാന്ധി അഹിംസയെ കുറിച്ചും ആ വഴിയെ ഞാൻ നടക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പാദമുദ്രകൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനെ ഒരു കൃത്യമായ പ്രസിദ്ധീകരണത്തിന് സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പകർപ്പവകാശം മാധവപ്പൈ അങ്ങ് എഴുതി കൊടുത്തു, മൊത്തം എഴുതി കൊടുത്തു. നരസിംഹ വിലാസം പബ്ലിക്കേഷൻസിൽ അദ്ദേഹം എഴുതി കൊടുത്തു. ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പുന്നപ്ര വയലാർ പിന്നെ സമരം നടക്കുന്നത്. സമരം നടന്നപ്പോൾ വയലാർ എന്ന് പറയുന്നുള്ള സ്ഥലപ്പേര് വളരെ പോപ്പുലറായി, കേരളം മുഴുവൻ അറിഞ്ഞു. വയലാർ ഒരു വലിയ സംഭവമാണെന്ന ബോധ്യം വന്നപ്പോൾ ഈ മാധവപ്പൈ എന്ന് പറയുന്ന ആളാണ്
രാമവർമ്മ തിരുമുൽപ്പാട് എന്നുള്ള പേര് മാറ്റി വയലാർ രാമവർമ്മ എന്ന് എഴുതി വെച്ച് ഈ പുസ്തകം ഇറക്കുകയും വയലാർ എന്നുള്ള പേര് കണ്ടപ്പോൾ ഇതൊരു വിപ്ലവ പുസ്തകമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പുസ്തകം ഒരുപാട് പോവുകയും ഒരുപക്ഷെ രാമവർമ്മ തിരുമുൽപ്പാട് വയലാർ രാമവർമ്മ എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലായിരുന്നു അല്ലേ? അതെ. ഇതൊക്കെ അച്ഛന്റെ വയലിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ള കാര്യം. ആ സമയത്തൊന്നും നമ്മൾ പോയിട്ട് പിന്നെ വയലാർ സമരം പോലും ഇല്ലാത്തൊരു കാലമല്ല. ഒരു അതെ അതെ. ഞാൻ 60 ജനിക്കുന്നു, അതിനൊക്കെ വളരെ മുമ്പാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയുടെ കരയുന്നില്ലേ നിങ്ങൾ ഇന്ത്യ തൻ കരൽ വെട്ടി കുരുതിക്കളം തീർത്ത കണ്ണീരിൻ കഥ കേൾക്കെ എന്നൊരു വരിയൊക്കെ അതിനകത്തുണ്ട്. ഇവിടുത്തെ സംസ്കാരമൊക്കെ ഇടിഞ്ഞു വീഴുകയാണോ ഗാന്ധി മരിച്ചപ്പോൾ? ശരത്തേടന്റെ ഒരു ബാല്യ കൗമാരങ്ങൾ വരെയാണ് അല്ലേ? എനിക്ക് 15 വയസ്സ് 15 വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞു. ഈ അച്ഛന്റെ ഒരു വലുപ്പം അല്ലെങ്കിൽ അച്ഛൻ എഴുതുന്ന പാട്ടുകളുടെ എണ്ണം, അതിന്റെ ഒരു ലോകം, അതിനെ കുറിച്ചൊക്കെ അന്നൊരു ബോധ്യമുള്ള ബാല്യമായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ആരാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാര്യം ഞാൻ പഠിച്ച കളമശ്ശേരി രാജകീയ സ്കൂളിൽ അച്ഛൻ 2 വട്ടം ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട്, ആനുവൽ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും. എന്താണ് ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ബാക്കി എത്രയോ മാതാപിതാക്കൾ വരുന്നുണ്ട്, അവരൊന്നും കിട്ടാത്ത ഒരു രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്താണെന്നൊക്കെ ഞാനിങ്ങനെ. ഇന്നത്തെ ഒരു ഐക്യമുള്ളൊരു കാലമൊന്നുമല്ലോ നമുക്ക്, ഒന്നും അറിയത്തില്ല. ഞാൻ വെച്ചാൽ എൻ്റെ നാക്കിൽ എഴുതിയത് മുതൽ ഞാൻ കുഴപ്പക്കാരനാണ്. ഹരിശ്രീ എൻ്റെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പടിയിൽ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം എന്നെ എഴുതിക്കുന്നത് വയലാർ രാമവർമ്മയാണെന്ന് 2.5 വയസ്സിൽ. അപ്പം ഞാനിങ്ങനെ അച്ഛനെനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും. അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിലും അടുത്ത് ചെല്ലില്ല. അപ്പം അങ്ങനെ എന്നെ പിടിച്ചിരുത്തി നാക്ക് നീട്ടാൻ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ അച്ഛൻ വിളിച്ച് പ്രമുഖരൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്, മകനെ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുകയല്ലേ. അവരെ പിതാവിൻ്റെ അഭിമാനമല്ലേ ആദ്യാക്ഷരം. പിതാവ് തന്നെ നാക്കിൽ കുറിക്കുക മകൻ്റെ. ഞാൻ നാക്ക് നീട്ടില്ല, പേടിച്ചിട്ടാണ് കണ്ടത്. കാര്യം എൻ്റെ ഉള്ളിലുള്ള ജന്മസിദ്ധമായി കിട്ടിയൊരു ഭയം എന്തിനാണെന്ന് എനിക്കറിയില്ല. ആ ഭയം അത് അവിടെ പ്രകടമായി. എന്നെ പിടിച്ചു പിന്നെ വടക്കേപ്പുര എന്ന് പറഞ്ഞ പഴയ 4 കെട്ടിൻ്റെ വടക്കേപ്പുരയിൽ കൊണ്ട് അടച്ചിട്ടു. ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. കാര്യം അച്ഛന് അഭിമാനക്ഷതം വന്നുപോയി. കാര്യം മകൻ പിന്നെ നാക്ക് നീട്ടില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ആളും. പിന്നെ ഉച്ചയോടുകൂടി മുത്തശ്ശമ്മയും അമ്മയും കൂടെ ഇടപെട്ട് ഒരു കോംപ്രമൈസ് സെറ്റിൽമെൻ്റ് ആക്കിയിട്ട് മുത്തശ്ശമ്മയാണ് എൻ്റെ നാക്കിൽ എഴുതിച്ചത്, അച്ഛനല്ല. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, 33 വയസ്സിൽ ഞാൻ എഴുതാമെന്ന് എന്തുകൊണ്ടാണ് വൈകിയത്? നാക്ക് നീട്ടാൻ വൈകി. അന്ന് കൃത്യമായിട്ട് നീട്ടിയിരുന്നെങ്കിൽ പക്ഷേ നേരത്തെ എഴുതാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അല്ല, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞെടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ശരത്തേട്ടന്റെ ഒരു സിനിമാ പ്രവേശം കുറെ നാൾ കഴിഞ്ഞിട്ടാണ്, എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ്. ഇതിനിടയിൽ ഈ ബാധ്യതയില്ലേ, വയലാറിന്റെ മകൻ എഴുതുമോ എന്നുള്ള ഒരു ചോദ്യങ്ങളുണ്ട്? അതോ ഈ മുഖപരിചയം ഇല്ലായ്മയിൽ ഒരുപാട് രക്ഷപ്പെട്ട് നടന്നിരുന്നോ? അല്ല, എനിക്ക് അതുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഉൾവലിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ തെറിച്ച് നടക്കേണ്ട പ്രായത്തിൽ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമശാസ്ത്രം വായിക്കേണ്ട പ്രായത്തിൽ മനസ്സിനെ കാവി ഉടുപ്പിച്ചു എന്ന് പറയില്ലേ. രാഷ്ട്രീയം ആലോചിക്കണ്ട, നമുക്ക് ആ ഒരു സന്യാസഭാവം എനിക്കുണ്ടായി ആ സമയത്ത്. കാര്യം അച്ഛൻ മരിച്ചു, ഞങ്ങളെന്നാ 5 പെണ്ണുങ്ങളായിരിക്കുള്ളൂ, മുത്തശ്ശമ്മ, അമ്മ, 3 സഹോദരിമാർ. ഇവരുടെ രക്ഷകർത്താവാണ് ഞാൻ 15ാമത്തെ വയസ്സിൽ. എൻ്റെ നാക്കത്തുനിന്നോ എൻ്റെ വാക്കിലോ ചിന്തയിലോ നോട്ടത്തിലോ ഒരു പിഴവുണ്ടായാൽ ഇത് വയലാറിനെ ബാധിക്കുള്ളൂ. ദേവരായ മാഷ് ആദ്യം പറഞ്ഞ വാക്കത്, ആദ്യത്തെ പടം ചെയ്തത് മാഷുമായിട്ടാണല്ലോ റിലീസ് ചെയ്തത്. അന്നേരം പറഞ്ഞു, നിൻ്റെ പാട്ട് മോശമായാൽ നിനക്കല്ല ചീത്തപ്പേര്, നിൻ്റെ അച്ഛനാണ് എന്നുള്ള ആ ഒരു ഭാവം എനിക്ക് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇടപെടാൻ പോകില്ല. എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ വയലാറിൻ്റെ മകൻ എന്നേ പറയൂ. ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതുള്ള പേര് നിലനിർത്തുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ വഴിയെല്ലാം വേറെ വഴിക്ക് പോയി. കാര്യം ഉത്തരവാദിത്വം എന്നുള്ളൊരു ബോധം വന്നപ്പോഴത്തേക്ക് പിന്നെ ആ രീതി ചിന്തിക്കാൻ തുടങ്ങി. ശരത്തേട്ടന്റെ ഒരു നർമ്മബോധം വളരെ കൂടുതലാണ്. ശരത്തേട്ടൻ പലപ്പോഴും ഈ നമ്മൾ പറയുന്ന വയലാറിന്റെ മകൻ എന്ന ഒരു നേരത്തെ ഉടുത്ത ഒരു വസ്ത്രം മാറ്റി ഞാൻ പലപ്പോഴും നോക്കുമ്പം നല്ല നർമ്മബോധം ഉള്ള ഒരാളാണ്. അച്ഛൻ അങ്ങനെ ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു, നീ എവിടെയെങ്കിലും പോയിട്ട് നീ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരു സങ്കടം തോന്നണം. അത് ഞാനത് പാലിക്കാൻ ശ്രമിക്കും. ഒരിടത്ത് എവിടെയാണ് വെൻ യു ആർ ഇൻ റൂം ഡു ആസ് ദി റോമൻസ് ഡു എന്ന് പറഞ്ഞല്ലേ, അവിടെ ചെന്നാൽ അവിടെ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനോട് ഞാൻ പൊരുത്തപ്പെട്ട് അവർക്കൊരു സന്തോഷവും പോവുകയാണോ എന്ന് ചോദിക്കാൻ
തക്ക രീതിയിലേ ഞാൻ പോവുള്ളൂ. ഓ അപ്പം അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ഈ നമ്മളിപ്പോ ശരത്തന്റെ ബാല്യത്തെ പറ്റി സംസാരിച്ചു. അച്ഛന്റെ ബാല്യത്തെ കുറിച്ചുള്ള അറിവ് എന്താണ്? അച്ഛന് ശരിക്കും യാഥാസ്ഥിതിക അന്തരീക്ഷത്തിലായിരുന്നല്ലോ വളർന്നതല്ല. പഴയ നാലുകെട്ടും പൂണൂരുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ളൊരു വീടും ഒരു കോവിലവും നിത്യപൂജ നടന്നിരുന്ന ഒരു പൂജാരി താമസിച്ച് വീട്ടിലൊരു അമ്പലമുണ്ട്, നാഗരാജാവിൻ്റെ ക്ഷേത്രം. മരുമക്കത്തായ സമ്പ്രദായം അന്ന് അങ്ങനെയായിരുന്നല്ലോ. 72 കണ്ടോ അന്നുകൊണ്ട് മാറിയത്. ആ സമയത്ത് അങ്ങനെ അമ്മാവൻ വഴി കിട്ടിയതാണ്. ഒരു അമ്മാവിൻ്റെ ഒരു കർക്കശമായ ഒരു നിയന്ത്രണം. അതെ, അതുവരെയൊക്കെ പല ഇത്തരം വീടുകളിലും ഈ അച്ഛൻ ഒരു വലിയ റോളില്ല. അമ്മാവന്റെ റോളിലാണ് നിൽക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം അച്ഛന് 3 വയസ്സുള്ള മരിച്ചു. പിന്നെ മുത്തശ്ശിയമ്മയുടെ ഒരു തണലിലായിരുന്നു. മുത്തശ്ശിയമ്മയെ ഭരിക്കുന്നത് ഈ പറഞ്ഞ അമ്മാവനുള്ള അച്ഛന് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയല്ലോ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അന്ന് ഇപ്പൊ നേരത്തെ നാക്ക് നീട്ടാൻ മടിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ 3 വയസ്സിൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ വലിയ മടിയായിരുന്നു. കർമ്മം അച്ഛന്റെ ബോഡിക്ക് ചിത കൊളുത്തുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതേക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ് ആത്മാവിലൊരു ചിത എന്ന് പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ മലയാളികളുടെ സംഗീത സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ പാട്ടില്ലാതെ നമുക്ക് ഊരിപ്പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ യുവജനോത്സവമുണ്ടോ, അവിടെ കവിതാ മത്സരമുണ്ടോ, അവിടെ ആത്മാവിന്റെ ഒരു ചിത, അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഈ കവിത ഞാൻ ഇപ്പൊ ഈ വർത്തമാന കാലത്തിലുണ്ടോന്ന് അറിയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം വരെയും എല്ലാ കൊല്ലവും ഇതും ആവർത്തിച്ചിരുന്നു. എന്നെ ഏറ്റവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചത് മാറിവനസ് കോളേജ് തിരുവനന്തപുരം. ഈ കവിത സ്റ്റേജിൽ പത്മരാജൻ സാറിന്റെ മകള് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിന്. യൂണിവേഴ്സിറ്റി അല്ല, കോളേജ് യൂണിയൻ. ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരണവാർത്തയായിട്ട് വീട്ടിൽ നിന്ന് കാറ് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വന്നയാള് ഇത് പറയാൻ നോക്കി നിൽക്കുമ്പം ഈ അച്ഛൻ്റെ മരണക്കവിതയായി അല്ലെങ്കിൽ മരിച്ച കവിതയാണ് മകൾ ചൊല്ലുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാകാം, അത് കരുതുന്നോണ പറയില്ലല്ലോ. ഇതുപോലെയുള്ളൊരു യാദൃശ്ചികത എനിക്ക് തോന്നുന്നത് വയലാർ രാമവർമ്മ എന്ന എഴുത്തുകാരൻ മരിച്ചത് പുന്നപ്ര വയലാർ സ്മൃതി ദിനത്തിനാണ്. അതേ ദിവസം ഒക്ടോബർ 27. അതൊരു നിമിത്തമാണ്. ഒരു നാട്ടില് അതേ സ്മൃതി ദിനത്തിൽ വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടി അവിടുന്ന് പോവുകയാണ്. ആ നാടിനെ ഓർമ്മകൾ ബാക്കി വെച്ച് പോവുകയാണ്. അപ്പം ഇത്തരത്തിൽ ചില യാദൃശ്ചികതകളുണ്ട്. അതിനകത്ത് മറ്റൊരു യാദൃശ്ചിക ആ കാലഘട്ടത്തിൽ 2ആയിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. തുലാം 26, 27 ഒക്ടോബർ 26 CPI ഒക്ടോബർ 27 CPM ആയിരുന്നു. അങ്ങനെ അവകാശപ്പെടാം. 26 രാത്രിയിൽ 11 മണിക്കാണ് ഈ കൃത്രിമ ശ്വാസം എടുത്തു മാറ്റുന്നത്. 26 24 സംഭവിച്ചു. 27 നാട്ടിൽ കൊണ്ടുവന്നത് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും അതിലൊരു കാര്യമുണ്ട്. ഹരിതട്ട, നമ്മള് വയലാർ രാമവർമ്മ എന്ന ഒരു മഹാപ്രതിഭയെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പാട്ട് പാടും അത്യാവശ്യം എനിക്കറിയാം. അത്രേ ഉള്ളൂ, ആഗ്രഹം മാത്രം. ആഗ്രഹ പാട്ടുകാരാണ്. എന്നാൽ ചില പാട്ടുകാരൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരാളെ കൂടെ നമ്മളോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വരവിലുള്ള ഒരു വലിയ സന്തോഷം. താരതമ്യേന ടെലിവിഷൻ പരിപാടികളിൽ മുഖം കാണിക്കുക വളരെ കുറവാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഷോയ്ക്ക് വരൂ, അല്ലെങ്കിൽ ഒരു സംഗീത റിയാലിറ്റി ഷോയാണ് നിങ്ങൾ വരൂ എന്നൊന്നും പറഞ്ഞാൽ ഓടി വരാറില്ലാത്ത ഒരാളാണ്. അതിനല്പം വിമുഖത ഉള്ള ഒരാളാണ്. ഒരുപക്ഷെ വയലാർ എന്ന ഈ മഹാപ്രതിഭയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് എന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ച, ആയിരക്കണക്കിന് വേദികളിൽ വയലാറിന്റെ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച, 90കളിലും 80കളുടെ അവസാനമൊക്കെ വയലാറിന്റെ ഗാനങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ കാസറ്റുകൾ വന്നപ്പോഴെല്ലാം അതിനുവേണ്ടി വീണ്ടും വീണ്ടും ആ ഗാനങ്ങൾ ആലപിച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മാർക്കോസ് ഏട്ടൻ. നമസ്കാരം. തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക, നാളുകൾക്കും വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് പിഷാരടിയെ കാണുന്നത് നേരിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ശരത്തിനെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചടങ്ങിന് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും പ്രസന്റ് ആവേണ്ട ഒരു ചടങ്ങിൽ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വേദിയിൽ കാണാൻ പറ്റിയില്ല. വളരെ വളരെ സന്തോഷം. മാർക്കോസ് ചേട്ടൻ വന്നതിൽ ഞങ്ങൾക്കാണ് സന്തോഷം. ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ വയലാറിന് പാട്ടില്ലാതെ ഒരു പാട്ട് പരിപാടി മലയാളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന്. 4 പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ മാർക്കോസ്? ഞാനിപ്പോൾ 46 വർഷമായി രംഗത്ത് വന്നിട്ട്.
46 വർഷമായി രംഗത്ത് മാർക്കോസേട്ടൻ എത്തിയിട്ട്. ഈ 46 വർഷത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എത്ര ഗാനമേളകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് എണ്ണമില്ല. എന്നോട് ഒരിക്കൽ മുകേഷ് ഏട്ടൻ പറഞ്ഞു, ആ കാലത്ത് ഗാനമേളകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ജനകീയത, ഗാനമേള ഒരു സ്ഥലത്ത് ആവശ്യമാണെന്ന് ഉണ്ടാക്കിയതിനകത്ത് പങ്കുവഹിച്ചിട്ടുള്ള അത്രയുള്ള ഒരാളാണ് മാർക്കോസേട്ടൻ. മറ്റൊരു നന്മ, അദ്ദേഹത്തിനൊരു ട്രൂപ്പുണ്ട്. മറ്റൊരു ട്രൂപ്പ് മാർക്കോസേട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചാൽ ആ ഗസ്റ്റായിട്ട് പോയ ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് സ്വന്തം ട്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൃത്യമായി അതിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ട് മാത്രമേ വേറൊരു ട്രൂപ്പിൽ പരിപാടിക്ക് പോകുള്ളൂ എന്നുള്ള രീതിയിലുള്ള എത്തിക്സ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാർക്കോസേട്ടൻ. അതൊക്കെ വയലാറിന്റെ പാട്ട് പാടാതെ ഏതെങ്കിലും ഷോ, ഞാൻ പറഞ്ഞത് അതിശയോക്തി അല്ലെന്ന് പ്രേക്ഷകനെ മനസ്സിലാക്കുന്നുണ്ട്, തീർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലുമില്ല. കാരണം ഞാൻ പാടുന്നതിലൊരു പകുതിയിലേറെ വയലാറിൻ്റെ പാട്ടുകളാണ്. കാരണം ഞാൻ ആദ്യം കേൾക്കുന്ന പാട്ടുകൾ, എനിക്ക് 5 വയസ്സോ 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കേശവദാസപുരത്താണ് താമസിച്ചിരുന്നത്. അപ്പം ഒരു യൂനസ് സേട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ കോമ്പൗണ്ടായിരുന്നു അത്. ഏകദേശം എനിക്ക് ഒരു 1-1.25 ഏക്കർ ഒന്നിച്ച് കിടക്കുന്ന ഒരു. അപ്പോൾ അതിനകത്ത് കേശവദാസപുരം ജംഗ്ഷൻ കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്, അത് കഴിയുമ്പോൾ ഈ യൂനസ് സേട്ടിൻ്റെ വീട് കഴിഞ്ഞിട്ട് അന്ന് അതൊരു സലീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലുള്ള തിയേറ്റർ. അത് കഴിഞ്ഞൊരു പമ്പ്, ആ പമ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ തിയേറ്ററിൻ്റെ, അതായത് 60-62 കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് ഈ തിയേറ്ററിൻ്റെ മേലെ 2 കോളാമ്പി വെച്ചിട്ട് മാറ്റിനിക്ക് പാട്ട് വെക്കും, ഫസ്റ്റ് ഷോയ്ക്ക് പാട്ട് വെക്കും, സെക്കൻഡ് ഷോയ്ക്ക് പാട്ട് വെക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്ന സമയമാണ്. അപ്പം എപ്പോഴും ഞാൻ കേൾക്കുന്നത് ഈ ഭാര്യയിലെ പാട്ട്, റെബേക്കയിലെ പാട്ട്, കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പാടും ഈ ചെറിയ പ്രായത്തിൽ. അപ്പം സുശീലാമ്മയുടെ പാട്ടായിരുന്നു എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം സുശീലാമ്മയുടെ ശകുന്തളയിലെ പാട്ട്, പ്രിയതമ എന്നുള്ള പാട്ടൊക്കെ ഞാൻ അതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ അതെ ആ സിനിമയിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വയലാർ എന്ന എഴുത്തുകാരന്റെ ഫസ്റ്റ് ജനകീയ പാട്ട് തീർച്ചയായിട്ടും കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു പാട്ട് അതാണ്. സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളത്. കാരണം തുമ്പി തുമ്പി വാവ ഒരു പടത്തിൽ എഴുതി, അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയിലാണ്, ഈ ശകുന്തള എന്ന് പറയുന്ന സിനിമയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തള നിന്നെ ഓർമ്മ വരുന്നുള്ള പാട്ടാണ് പ്രണയഗാനങ്ങളുടെ കൂട്ടത്തിലെ മെഗാ ഹിറ്റ് അടിക്കുന്നത്. തീർച്ചയായും അതിലെ എല്ലാ പാട്ടും, ഒന്നൊന്നല്ല, ഒരു പാട്ടെന്നുള്ളതല്ല, എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു. അത് അന്ന് എഴുതിയ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്ന പാട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. മാർക്കോസ് ചേട്ടന്മാരെ സ്വർണ്ണതാമര ഇതിൽ ധാരാളം പാടിയിട്ടുണ്ട്, ഒരുപാട്. എന്റെ മനസ്സിൽ കിടക്കുന്ന പാട്ട് ഇപ്പോഴാണെന്നറിയോ? നിറകുടം തുളുമ്പി. അത് ഒരു സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. സ്ഥിരമായി പാടുന്നൊരു പാട്ട്. ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിരുന്ന പാട്ടാണ്. സംഗമം, 1000 പാദസരങ്ങള്, മാറ്റിവെക്കാൻ ഏത് പാട്ടാണ് നമുക്ക്. അങ്ങനെ വെണ്ണ തോൽക്കുമുടലോടെ, എന്തെല്ലാം എത്രയോ അദ്ദേഹത്തിൻ്റെ സംഗീത ഭാവന പോയിട്ടുള്ള, ഇപ്പം പ്രിയമ്പതയല്ലയോ, അതിനകത്തൊക്കെ നമുക്ക് പിന്നെ ലവും ഉണ്ട്, അതേസമയം വേറെ അർത്ഥങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. വലിയ കാര്യം ഇപ്പം അതിനകത്തൊക്കെ ലവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതിന്റെ നമ്മൾ എന്താ പറയാ, വേറൊരു വീക്ഷണകോണിൽ കാണുക എന്ന് പറയും. ഇപ്പം തുമ്പി തുമ്പി വാവ നമ്മൾ ഒരുപാട് പേര് കുട്ടികൾക്ക് താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ്. എന്നാൽ അതൊരു കുട്ടിയുടെ പെർസ്പെക്റ്റീവില, അമ്മയുടെ പെർസ്പെക്റ്റീവിലല്ല. കരള് പുകഞ്ഞിട്ടമ്മ എൻ കവലിൽ നൽകിയൊരു ഉമ്മ. ആ വരിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ കുട്ടിക്ക് താരാട്ട് പാടിക്കൊടുക്കുന്ന എല്ലാ പാട്ടുകളിലും അമ്മ കുട്ടിയോട് പറയുന്ന നീ നല്ലതാണ്, നീ എന്നൊക്കെ പറയുമെങ്കിലും ഇത് താരാട്ടായിട്ട് തന്നെയാണ് ഈ പാട്ട് നമ്മൾ പാടി ശീലിച്ചതെങ്കിലും അത് ശ്രദ്ധിച്ചാൽ ഇത് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചിന്തയാണ് തുമ്പി തുമ്പി വാവ. അതാ ഞാൻ പറഞ്ഞ 2 തരത്തിലും എടുക്കാം. നമുക്ക് ഏത് തരത്തിൽ വേണം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു റെക്കോർഡേ 750ഓളം പാട്ടുണ്ട് വയലാർ ദേവരാജൻ. ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ലിറിസിസ്റ്റും 750 പാട്ടുകൾ ലോക റെക്കോർഡാണ്. അതെ, ലോക സംഗീതത്തിൽ അതൊരു റെക്കോർഡാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ബാബുരാജുമായിട്ട് 125 പാട്ടുകളാണ്. ഇത്ര വ്യത്യാസമുണ്ട്. വയലാർ ദേവരാജൻ പാട്ടുകൾ 750 എണ്ണം വരികയാണ്. അതെ, 3 ഇരട്ടിയിലും അധികമാണ്. 3 ഇരട്ടിയിലും അധികമാണ്. അത് വിവിധ വികാരങ്ങളുള്ള പാട്ടുകൾ. അതിനകത്ത് പ്രണയം, വിരഹം, പ്രതീക്ഷ, ഭക്തി, ശാസ്ത്രചിന്ത, വിപ്ലവാവേശം, സമരാവേശം, മനുഷ്യസ്നേഹം, മൃദുല വികാരങ്ങൾ, താത്വിക, ദാർശനികം എന്നൊക്കെ പറഞ്ഞ എല്ലാ പ്രദേശത്തുമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതെല്ലാം ഇപ്പം
നമ്മൾ ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ള ആളായിരുന്നു. ഭക്തിഗാനങ്ങൾ എടുക്കൂ. അതെ, എത്ര ഭക്തിഗാനങ്ങളാണ്. പെട്ടെന്ന് ഓർമ്മ ശബരിമലയിൽ തങ്കസൂര്യ, ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഗുരുവായൂരമ്പലങ്ങളിൽ ഒരു ദിവസം ഞാൻ പോകും, തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി, ക്രിസ്ത്യ ഭക്തി, നിത്യവിശുദ്ധയാം നിത്യവിശുദ്ധിയാം കന്യാമറിയമേ, ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അങ്ങനെ ദയാപരനായ കർത്താവേ, ഈ ആത്മാവിനോട് കൂട്ടായിരിക്കണമേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞ് ഒരു 10 പാട്ട് ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇരുന്ന് പറയുന്ന പാട്ടുകളാണ്. എന്നാൽ ഇതേ ആള് തന്നെ ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞു. അത് എന്ത് രസമായിട്ടാണ്. ചന്ദ്രനുമല്ല. ഞാനത് വേറൊന്ന് കേട്ടിരിക്കുന്നത്, ഈ തോപ്പിൽ ബാസി KPSCക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞ് വയലാറിനെ കാത്തിരുന്ന് മടുത്ത് ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴി പിടിച്ചു വെച്ച് എഴുതിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിന് മറുഭാഗത്ത് അത് ശരിയാണെന്ന് അറിയില്ല, 2 പേപ്പർ. പക്ഷെ പറഞ്ഞതിന് കുറച്ച് അതിശോക്തി കാണുമായിരിക്കും. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ പേപ്പറിൻ്റെ മറുവശത്താണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തും കല്ല്, തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃശംബരത്തും കല്ല്, ഈ കല്ലിനെ തൊഴുന്നവരെ കൽപ്പണിക്കാരെ മറക്കരുത്. ഇതിന്റെ മറുവശത്തൊക്കെ വരാൻ സാധ്യതയാണ്. ഇത്രയും നമ്പർ ഓഫ് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ടൈം സ്പാനിൽ പറ്റില്ല. ഇടതും വലതുമൊക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ പാട്ട് എഴുതിയ ആള് തന്നെയാണല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, പണ്ട് പങ്കുവച്ചു. അത് ദേശീയ പുരസ്കാരം കിട്ടിയ പാട്ടാണ്. അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിത ഭാരം, ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞുപൂക്കൾ ഇതുവഴി പോയവർ പ്രവാചകന്മാരെ പറയും. അതിനകത്ത് പറഞ്ഞ പോലെ പുനർജന്മത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം വരുന്നു. അക്കരെ മരണത്തിന് ഇരുവഴിയിൽ അഴുക്ക് വസ്ത്രങ്ങൾ മാറി വരും, അവർ മടങ്ങി വരും. ഇനി ആദിയിൽ വചനമുണ്ടായി, ആ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ചേട്ടത്തി എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. അത് മാത്രമാണ് ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ. അല്ലാതെ വീഡിയോ വളരെ കുറവ്. മാർഗച്ചേട്ടാ, ഒരു ഫിലിം ടൈറ്റില് ഇങ്ങനെ ഡയറക്ടർ ഈ സിനിമയുടെ വരികൾ എഴുതിയിരിക്കുന്ന ഇന്നയാളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കട്ടിലിൽ നിന്ന് എണീറ്റിട്ട് ഒരു പാട്ട് എഴുതാൻ പോകുന്ന ഒരു വിഷ്വലും കൂടി ഉണ്ട്. അത്രേ വിഷ്വൽ ഉള്ളൂ. മറ്റൊരു വിഷ്വൽ പോലും നമുക്ക് അവൈലബിൾ അല്ല. മാർക്കോസ് ഏട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വയലാർ സാറിന്റെ പാട്ടിന്റെ 4 വരി. ഒഴുകുമി വെണ്ണില പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഈ ചെറിയ ആഗ്രഹമൊന്നുമല്ലേ, ആഗ്രഹം ചെറുതൊന്നുമല്ല. വനമാല വെച്ചാൽ പല പൂക്കൾ ചേർത്തുണ്ടാക്കുന്ന, അതിലെ മന്ദാര മലരാകണം എനിക്ക്. ഒരു പാലരുവിയെ പിടിച്ച് യമുനയാക്കണം, ചെറുതൊന്നും പോരാ. പ്രേമോദയങ്ങളിൽ മെയ്യോടി ഉയർക്കുന്ന ഗാനഗന്ധർവനാകണം, ഇവിടം വൃന്ദാവനമാണ്. ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ദേവരാജ മാഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ പാടിയ റംസാനിലെ ചന്ദ്രികയോ എന്ത് നല്ല ഒരു വരികളും നല്ല പാട്ട് ആണോ അത്. ആലിബാബയും 41 കള്ളന്മാരെന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. അത് മാത്രമല്ല ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ജയന് കിട്ടിയ സുപ്രഭാത് എന്നുള്ള പാട്ടല്ലേ, പണിതീരാത്ത വീട്. അതെ, ആ വരികളും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആണ്. അതെ അതെ. അല്ല, ഇപ്പം നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നമ്മളൊരു പാട്ടിലെ എല്ലാ വരികളും ഒരുപോലെ നന്നായിരിക്കും എന്ന് പറയും. ചില പാട്ടുകൾ പല്ലവി നല്ലത്, അനുപല്ലവിയിൽ ഒരു ഇച്ചിരി വെള്ളം ചേർക്കാം,
പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയല്ല, എല്ലാ വരികൾക്കും വലിയ ഡെപ്താണ്. ഇപ്പോ പി.ടി. തോമസ് സാറ് മരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാനും കൂടെ ചേർന്നാണ് ടൗൺ ഹാളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഒരു അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ മരിച്ച ശേഷം അടക്കുന്നത് വരെയും ഈ പാട്ട് വെച്ച് വേണം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ട് വെച്ചിരിക്കുന്നു. ഈ പാട്ട് രാവിലെ തുടങ്ങുന്നു. അപ്പം എനിക്ക് കുറെ അധിക സമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ വിഷയം, ഒരു പാട്ട് തുടർച്ചയായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്ക് ആ പാട്ടിനോടൊരു വിരസത തോന്നാനുള്ള മാന്യമായ അവകാശം നമുക്കുണ്ടല്ലോ. അന്ന് അവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ഇമോഷണൽ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ കാരണമായി ഈ പാട്ട്. കാരണം ഓരോ വരി എടുത്തോളൂ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇതിന്റെ വേറൊരു രസകരമായ കാര്യം പറയട്ടെ. ആ. ഈ പാട്ടിന്റെ പേരിലാണ് ഞാൻ പി.ടി. ചേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത്. പി.ടി. തോമസ് തിരുവനന്തപുരത്ത് വെച്ച് അച്ഛൻ മരിച്ചതിന്റെ കൊട്ടാരമ്പൽക്കാരുടെ ആ മരിച്ച വർഷം ഇറങ്ങിയ പടമാണ് 1976. അന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സമരം നടക്കുന്ന സെക്രട്ടറിയുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് വയലാറിന്റെ മകൻ. ഉടനെ ശരത്ചന്ദ്ര, നീയാണല്ലേ വയലാറിന്റെ ചന്ദ്രകളഭം ആ എന്നായിരുന്നു ആദ്യത്തെ. ആ അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി നിനക്ക് പാട്ട് തരാൻ പറ്റുമോ? എനിക്ക് അന്ന് നാണമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനന്ന് ആഗ്രഹിച്ചിരുന്നത് ഈ ദിവസം വന്ന് ആ ശരീരം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ എനിക്ക് വന്നിരുന്ന് പാടണം. അയ്യോ, ഞാൻ അവിടെ ഇൻസ്ട്രുമെന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ, ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവ ചന്ദ്രനെ കുറിച്ചും രാത്രിയെ കുറിച്ചുമുള്ള ഗംഭീര വർണ്ണനകളുള്ള ഒരുപാട് പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ദ്രനീല കള്ളിപ്പാലകൾ പൂത്തു, ഒരുപാട് പാട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് 60കളുടെ ഇപ്പൊ പറഞ്ഞ പാട്ടതാ നിറകുടം തുളുമ്പി, നിലാവേ നിലാവേ നീയൊരു ഗോപസ്ത്രീ. ഇതെല്ലാം എഴുതിയ ആള് 60കളുടെ പകുതിക്ക് ഈ മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്നും ചന്ദ്രനിൽ അവിടെ കാര്യമായിട്ടൊന്നുമില്ല, അത് വെറും കല്ലും കട്ടയാന്നൊക്കെ പറഞ്ഞപ്പം അതിനെപ്പറ്റി പാട്ട് എഴുതിയിട്ടുണ്ട്. പറയൂ, വരി പറ. താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല. അതായത് പേൾവി എന്ന് പറയുന്ന ചിത്രത്തിൽ തങ്കത്താഴിയ കുടമല്ല, ഇത് അതല്ല ഇതല്ല. കസ്തൂരിമാനില്ല കല്ലോലിനിയില്ല അല്ലെ, കാറ്റിന്റെ ചിറകടി ഒച്ചയില്ല, ഏതോ വിരഹത്തിൻ കഥയോർത്ത് നിൽക്കുന്നൊരു ഏകാന്ത മൂകതയല്ലോ, അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഈ സയൻസിന്റെ കഞ്ചുകമണിഞ്ഞ് മനുഷ്യൻ ഈ ലോകത്തെ യാത്രയാകാൻ കീഴ്പ്പെടുത്തു എന്നൊക്കെ കവിതയില് ഉണ്ടായിരുന്നുണ്ടായിരുന്നു. പിന്നെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് മരണമില്ല എന്ന് പറയുന്നിടത്ത്, അതായത് ഞാൻ മനുഷ്യനാണ്, ഞാൻ മരിക്കില്ല, ഞാൻ അല്ല, അതാണ് ഉദ്ദേശം. അത് തന്നെയാ. വയലാറിന് മരണമില്ല എന്ന് പലരും പറയുന്നത് പോലെയല്ല. അതിനകത്ത് വയലാർ ഉപയോഗിച്ചെങ്കിൽ എനിക്ക് ഞാനല്ല, വയലാറല്ല, മനുഷ്യനാണ്. അതെ അതെ, മനുഷ്യത്വത്തിന് മരണം ഉണ്ടാകരുതെന്ന് മനുഷ്യൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അവൻ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മുന്നിലേക്ക് പോകുന്നുള്ള ഒരു ദാർശനികത ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ചൊവ്വയിൽ പോയിട്ട് പാക്കെടുക്കും, അന്തരീക്ഷത്തിൽ നിന്ന് വെറ്റിലെടുത്ത് ചുണ്ണാമ്പൊക്കെ തേച്ച് ഞാൻ മുറുക്കിത്തുപ്പൂ എന്ന് പറയുന്നത് വിദ്യുത് ഗോളങ്ങൾ കൊണ്ട് മാനമാടുമെന്ന് അതിനകത്ത് എഴുതിയിട്ടുള്ളതാണ്. ഈ നമുക്ക് ഒരാളും കൂടെ വന്നിപ്പോ ഈ സമയത്ത് വയലാർ രാമവർമ്മ എന്ന അതുല്യനായ എഴുത്തുകാരനെ ഓർക്കുന്നു. പ്രിയപ്പെട്ട രചയിതാവ് ശ്രീ R.K. ദാമോദരൻ സാർ. തുടങ്ങുന്ന പല്ലവിയിലെ ഒരു വാക്കുകൊണ്ട് തന്നെ ഒരു വലിയ ഭാവന അല്ലെങ്കിൽ ഒരു വികാരം ഒരു സാന്ദ്രമാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഞാൻ നോക്കൂ, സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഒരു ഗാനം എന്ന് പറയും. ആദ്യത്തെ വാക്ക് വെച്ചകണ നോക്കൂ, സുമംഗലി എന്നാണ്. സുമംഗലി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു പോയ ഒരു സ്ത്രീയാണ്. അപ്പൊ എന്റെ കാമുകി വേറൊരു പുരുഷനെ കല്യാണം കഴിച്ചു പോയപ്പോൾ ഉണ്ടായ ആ കാമുകിയുടെ ഓർമ്മയിൽ പറയുന്ന എന്തൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ച് തുടങ്ങാം. പക്ഷെ ആദ്യത്തിൽ തന്നെ പറയുന്ന സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ എന്നെ വിട്ടുപോയാലുള്ള ആ സുമംഗലി എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ തന്നെ, പല്ലവി തുടങ്ങുന്ന വാക്കിലൂടെ തന്നെ ആ പ്രപഞ്ചത്തെ, ആ വിരഹത്തെ, ആ വിപ്രലംബത്തെയൊക്കെ അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നു. പിന്നെ രാഗത്തില് ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലേ പോയത് വസന്തം. എങ്ങനെ വേണമെങ്കിലും ഒരു അന്ധയായ സ്ത്രീ പാടുന്നതാണ്. അപ്പൊ ഇവിടെ വസന്തം വന്നു എന്ന് പറയണമെങ്കിൽ, പൂവിടർന്നത് കാണണമെങ്കിൽ കണ്ണ് കാഴ്ച വേണം. അപ്പൊ കാണാത്ത ഒരു അന്ധയുടെ എക്സ്പ്രഷൻ എങ്ങനെ കൊണ്ടിരുന്നു ചോദിച്ചാൽ, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പല്ലവി തുടങ്ങുന്നതിന് ഇവിടെ കാറ്റിന് സുഗന്ധം എന്നാണ്.
സുഗന്ധം എന്ന് പറയുന്നത് കണ്ണുകൊണ്ടല്ല കാണുന്നത്, അത് മൂക്കുകൊണ്ട് വാസനിക്കുകയാണ്. അപ്പോ ഇവിടെ വസന്തം വന്നു എന്നുള്ള പൂക്കൾ വിടർന്ന ഒരു സൗന്ദര്യം ഞാൻ കണ്ടല്ല വരുന്നത്. ഈ അന്ധയായ യുവതി ഇവിടുത്തെ പൂവിന്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ ആദ്യത്തെ വരിയിൽ ഇവിടെ കാറ്റിന് സുഗന്ധം, ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇവിടെ അന്ധയാണെന്ന് മനസ്സിലാവുകയാണ് നമുക്ക്. അങ്ങനെയുള്ള കൈയടക്കമുള്ള വലിയൊരു കവിയാണ്. നമ്മളിപ്പം വരികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ കൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് ക്ഷണിക്കേണ്ട സമയമാണ്. ഒരുപാട് മനോഹരമായ പാട്ടുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ ഇവയെല്ലാം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് സംഗീതപ്രേമികളെങ്ങനെ കേട്ടിട്ടുണ്ടാവും. കുറച്ചുകൂടെ അറിയുന്നവർക്ക് മാത്രം അദ്ദേഹത്തിന്റെ മുഖം അറിയും. ഒരുപക്ഷെ വളരെ ചുരുക്കം ടെലിവിഷൻ ഷോകളിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗാനരചയിതാവ് ചിറ്റൂർ ഗോപി. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, ഗോപിച്ചേട്ടനൊക്കെ TV പരിപാടികളിൽ മുഖം കാണിക്കല് വളരെ കുറവാണ്. വരികളിലൂടെ ആളുകൾക്കറിയാം. വെറുതെ ഗോപിച്ചേട്ടനെ ഒന്ന് ചിലർക്കെങ്കിലും ഈ മുഖം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പറയുകയാണ്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ആ പാട്ടിന്. നമ്മളിപ്പം ഈ അവനവൻ അറിയാവുന്ന ഒരു മേഖലയെക്കുറിച്ച് അല്ലാത്ത എഴുത്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചിറ്റൂർ ഗോപി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ടാണ് പോകുന്നേ ഞാനൻ നാഥന്റെ ചാരെ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങുവാൻ ദേഹം എന്നൊരാ കൂടുവിട്ട് ഞാൻ കർത്താവിൻ നാട്ടിൽ ചെല്ലുമ്പോൾ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നുപോയി. പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാൻ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരു ഭക്തിഗാനത്തിന്റെ എഴുത്തിലോട്ട് വരുമ്പോൾ ഇപ്പം വയലാറിനെ കുറിച്ച് പറഞ്ഞാലും ഇപ്പൊ ഗോപിച്ചേട്ടൻ എഴുതിയത് ഞാൻ എടുത്ത് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇതിനൊരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ വയലാറിന്റെ പാട്ടുകൾ കാണുമ്പോൾ ഇതിന്റെ ഒരു ഹ്രസ്വമായ സമയം, ഇത്രയും പാട്ടുകൾ, ഇതിന്റെ പിന്നിലൊരു പഠനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഗോപിച്ചേട്ടന്? ഈ അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന് പറഞ്ഞ സിനിമയില് അഗ്നിപർവ്വതം പൂഞ്ഞു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അഗ്നിപർവ്വതം പൂഞ്ഞു വയലാർ സാർ എഴുതിയ പാട്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് തകഴി സാറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, 3.5 വർഷം കൊണ്ടാണ് ആ നോവൽ എഴുതി തീർത്തത് അദ്ദേഹം. ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാനായിട്ട്, അത്രയും ശക്തിയുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ. പക്ഷേ തകഴി സാറ് പറഞ്ഞത് 1/2 മണിക്കൂർ കൊണ്ട് കുട്ടൻ എന്നെ കവച്ചു വെച്ചു എന്ന് പറഞ്ഞു. കുട്ടൻ എന്ന് പറഞ്ഞ വയലാർ സാറ്. അതായത് ആ പാട്ട്, ആ ഒരൊറ്റ പാട്ടുകൊണ്ട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അത്രയും പരിപൂർണനാക്കി എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞു നമ്മൾ അവന് വരികൾ അങ്ങനെ ഉണ്ടല്ലോ. അതെ, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പത്തിൽ ഒരുപാട് അർത്ഥമുണ്ട്. അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. രക്തപുഷ്പം അറിയാല്ല, ശരത്തിനറിയാം. അത് നാളത്തെ നിശീതത്തിൽ ഈ മുത്ത് രാഗി രാഗി കാലമൊരു കത്തുന്ന പന്തമാക്കും എന്ന് പറയും. അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും പറഞ്ഞ 1/2 മണിക്കൂർ കൊണ്ട് എഴുതിയ ഒരു കവിത, പാട്ട്, 3.5 വർഷം കൊണ്ട് തകഴി സാർ എഴുതിയ ഒരു നോവലിലെ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അതിതീവ്രമാക്കി എന്നാ പറയുന്നത് വയലാർ സാർ എഴുതിയത്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു കാർ യാത്രയിൽ ഇരുന്നപ്പോഴാണ് ഈ ചലനം 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 മാനവ ജീവിത പരിണാമത്തിന് ആ പാട്ട് അദ്ദേഹം മാർക്കോ ചേട്ടാ അതൊരു 4 വരി പാടാലോ. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം 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 വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി വാഴ്വേ മായം. വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി വാഴ്വേ മായം. ഈ യുഗം നിർമ്മിച്ച മനുഷ്യൻ തിരുത്തി വാഴ്വേ സത്യം, വാഴ്വേ സത്യം, വാഴ്വേ സത്യം. ചലനം ചലനം ചലനം
ചലനം ചലനം ചലനം മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. ചില പാട്ടുകാര്, ചില മ്യൂസിക് ഡയറക്ടേഴ്സ്, ചില ലിറിസിസ്റ്റുകൾ, ഇവരെക്കുറിച്ച് ഈ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ പറയും അത് അടിപൊളി പാട്ടാണ്, അത് ഇവൻ എഴുതട്ടെ, ഇത് മെലഡിയാണ്, ഇത് ഇവൻ എഴുതട്ടെ, അത് ഇന്നതാണ്, ഇവൻ പാടട്ടെ എന്ന്. ഇത് പക്ഷെ ഇവിടെ എല്ലാ സൈസും എടുക്കും. എല്ലാ ഇപ്പൊ ഇതിന്റെ ഒരു ഈ പാട്ട് വാഴവേ മായം ഇത് തിരുത്തി എഴുതി എന്നൊക്കെ പറയുന്നിടത്ത് ഇതിന്റെ ഒരു പുരോഗമന ചിന്തയുണ്ടല്ലോ. മറ്റുള്ളവരുടെ പേര് റെഫറൊക്കെ ഇപ്പം കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം എന്ന് പറയുന്ന പാട്ടിന്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാല് എന്ത് രസമായിട്ടാണ്. വിൽപ്പനച്ചരക്കായിരുന്നല്ലോ. വിൽപ്പനച്ചരക്കായിരുന്നു. അതുകൊണ്ടാണത്. ഞാനിപ്പോ നമ്മുടെ ഒരു സദസ്സ് കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 10,000-ലധികം പാട്ടുകൾ കാണാതറിയാം. അതായത് മനപ്പാടമാണ്, ഹൃദ്യസ്ഥമാണ് 10,000-ലധികം പാട്ടുകൾ. ഈ 10,000-ഓളം പാട്ടുകളുടെയും സിനിമ ഏത്, അഭിനയിച്ചതാര്, റിലീസായ വർഷം, പാടിയതാര്, ഇതും കാണാതെ പറയും. ഇത് അദ്ദേഹം ഒരു ഷോ ആയിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നതാണ്. പണ്ട് ഈ ഷോ അവതരിപ്പിക്കുമ്പം ആളുകൾക്ക് ചോദിക്കണമെങ്കിൽ ഉത്തരം അവനവൻ അറിയണമല്ലോ. ഇപ്പൊ ഗൂഗിളൊക്കെ വന്നുകൊണ്ട് സദസ്സിലുള്ള ആളുകളെല്ലാം ഗൂഗിളിൽ നോക്കുകയും ഇതില്ലാതെ ഉത്തരം പറയുകയും ചെയ്യുന്ന രീതിയിൽ ഗാനങ്ങളെ സ്നേഹിക്കുന്ന, ഗാനങ്ങൾ ആലപിക്കുന്ന, ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരാൾ സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട കൊച്ചിൻ മൻസൂർ. മൻസൂർക്ക, ഈ ഞാൻ മാർക്കോസ് സാറിനോട് ചോദിച്ചു, വയലാറിന്റെ പാട്ടില്ലാതെ ഒരു പരിപാടി അത് സാധ്യമല്ല, ഒരേ സ്ഥലത്ത് 3 കൊല്ലം പല പല പാട്ടുകളായിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞു. എത്രമാത്രം സ്വാധീനമുണ്ട് മൻസൂർക്കയുടെ പരിപാടികളിൽ? അത് എനിക്ക് പറഞ്ഞത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വയലാർ അച്ഛനാണ്. എൻ്റെ ചേട്ടനാണത്. കാരണം അച്ഛൻ്റെ പാട്ടില്ലാതെ ഒരു ദിവസം പോലും കടന്നു. ഇപ്പം ഇന്നലെ എനിക്ക് കിട്ടി മറ്റൊരു റെക്കോർഡ്, ഒരേ വേദിയിൽ 13 വർഷം എറണാകുളത്ത്. അപ്പോൾ ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞുള്ളൂ. അതിൽ 3/4 ഭാഗവും വയലാർ അച്ഛൻ്റെ പാട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും അച്ഛൻ്റെ പാട്ടില്ലാതില്ല. ഇപ്പോൾ 2016-ലാണ് എൻ്റെ 11ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ അച്ഛൻ്റെ 101 പാട്ടുകൾ 10 മണിക്കൂർ ബൈഹാർട്ട് പാടിയത്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാല് ഇത് വയലാറിനെ പാടി നേടിയ ആള്, ഞാൻ വയലാറിനെ കേട്ട് നേടിയ. അപ്പം മാത്രമല്ല, ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ 2015 10 വർഷം മുമ്പ് അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയെല്ലാം എന്നാണ് എണീച്ചതാണ് വയലാറെന്ന് എഴുതിയ ഈ മോതിരം. ഇതിൽ എഴുതിയേക്കണ വയലാറെന്നാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഇത് കണ്ടാൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് നിനക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ്. ഇത്രയും വലിയൊരു കവിയുടെ വീട്ടില് മകനായിട്ട് എടുക്കുകയും എന്നെ അവിടെ മനോരമയാക്കി. അവിടെ മനോരമ, അതായത് വയലാറിന്റെ വീട്ടില് മകനായിട്ട് എടുത്ത ഒരാളാണ്. അതൊക്കെ പക്ഷെ അത് മാത്രമല്ല, പിന്നെ എന്നേക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ വയലാർ. അതുണ്ട്. അത് അച്ഛൻ്റെ പാട്ടുകളാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്ന ജീവിതം. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അച്ഛൻ്റെ പാട്ടുകളാണ്. അതില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതെല്ലാം ഇതിന് അച്ഛൻ്റെ പാട്ട്. ഞങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ തലമുറയല്ലേ ഞാൻ പറയുന്നത്, 2000-ന് മുമ്പുള്ള തലമുറയിലെ ഒട്ടുമിക്ക ഗായകരും അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടാണ് വേദികളിൽ തിളങ്ങിയിട്ടുള്ളത്. മൻസൂർക്കയുടെ ഒരു തുടക്കം പറയുന്നത് വയലാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് അച്ഛൻ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവര് മോതിരിട്ട് തരുന്നു. അതെ, എവിടെ ഇതിനൊരു ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു തുടക്കം. ചെറുപ്പത്തിലേ എനിക്ക് അച്ഛൻ്റെ പാട്ട് പാടല് ഒരു താല്പര്യമുണ്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിൽ അച്ഛൻ എഴുതിയ പാട്ട് ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസിയുടെ പാടി പഴയകാല നടനായ മോഹൻ എന്ന നടൻ പാടി അഭിനയിച്ചൊരു ഗാനം ഉണ്ടായിരുന്നു. അപ്പം ആ ഗാനമാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കേട്ടത്. അത് ദാസിയുടെ കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയ പോലെ നി ഭാഗ്യവതി
കാളിന്തി കാളിന്തി ഈ ഒരു പാട്ടായിരുന്നു. ഇതാണ് ആദ്യമായിട്ട് വേദി. പക്ഷെ ആ പടത്തിൽ തന്നെ അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു പാട്ട് ശ്രീകാന്ത് എന്ന പ്രിയപ്പെട്ട ഗായകന്റെ ആദ്യത്തെ പാട്ട്. അത് മലയാളത്തിൻ്റെ ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമുരനുഭൂതി. എന്തൊരു, അതായത് ഇതിഹാസങ്ങളൊക്കെ ജനിക്കും മുമ്പേ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത്. അതെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം സന്ധ്യമയങ്ങും നേരം. സൂപ്പർ. ഗ്രാമചന്ത നമ്മൾ മനസ്സിലിങ്ങനെ ആ ദൃശ്യം കാണാം. ആ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരിയിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുകളിലൂടെ തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം. അപ്പോൾ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് വല്യമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. ആരും തുറക്കാത്ത പൂമുഖം, അതിലിപ്പോഴും വേറെ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾ. ഇത് കഴിഞ്ഞ് വലിയ മരിച്ചപ്പോൾ ഞാൻ ആ പാട്ട് അത് നിർത്തി. ഇനി ഞാൻ നിർത്തി വലിയമ്മ മരിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ഫോൺ ആരാന്ന് ഇപ്പോഴും അറിയില്ല. ആ സന്യാസിനി മരിച്ചിട്ടില്ല ശരത്തെ ഇപ്പോഴും ഉണ്ടെന്ന്. നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി